ബഹളം കേട്ട് പേടിക്കണ്ട നാട്ടാരെ, കുടുംബശ്രീ പെണ്ണോള ഗീതമ്മ. ആരടി എന്റെ കുറ്റം പറയുന്നേ? ചെല്ലട്ടെ, എന്നിട്ട് അതിന് ശരിയാക്കി തരാം. പൊതുവെ പെണ്ണുങ്ങൾ വാശിക്കാരാ, കുടുംബശ്രീ പെണ്ണുങ്ങൾ ദേഷ്യക്കാരാ, നാട്ടാരുടെ മുൻപിലോ പരദൂഷണക്കാരാ, ജീവിക്കാൻ പാടുപേടും പെണ്ണുങ്ങളാ. കൂലി കിട്ടും ഉറപ്പൊന്നുമേലും തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ ഞങ്ങൾ. നല്ലൊരു കൂട്ടം കുടുംബശ്രീയാ, പേര് മോശമാക്കാൻ ഒരു ജിൽ തീരമ്മ. പറഞ്ഞു തിരിഞ്ഞാൽ ഉടനെ കുറ്റം ചൊല്ലും, ഇതിടെ നോക്കിയൊരു ഒതുക്കമില്ല. വെറുതെ അടി നിന്റെ കെട്ടൂർ ഇട്ടേച്ചു പോയേ. പാടി ഞാനങ്ങ് സഹിച്ചടി. എണ്ണമൊത്തിരി ഉണ്ടെനിക്ക്, ആൺതുണയില്ലാത്ത അമ്മ ഞാൻ. ബുദ്ധിയില്ലാത്ത പെൺകുഞ്ഞിനെ പോറ്റുന്ന സങ്കടമാരറിയാൻ. ബുദ്ധിയില്ലാത്ത കുഞ്ഞെന്നറിഞ്ഞ നാൾ അതിയാനെന്നെ ഇട്ടു പോയി. കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞല്ലോ, അതിനെ പോറ്റാൻ ഞാൻ പണിക്കിറങ്ങി. കുടുംബശ്രീ എനിക്ക് തുണയായത്, അന്നം നൽകിയ പുണ്യമായത്. അതൊക്കെ ഇരിക്കട്ടെ, സരളയുടെ കെട്ടിയോനിപ്പോ വരാറുണ്ടോടി? ഓ ചേച്ചിയുടെ ഒരു നാവേ. രാവിലെ തൊഴിലുറപ്പ് പണിക്ക് പോണം, വയ്യാത്ത കുഞ്ഞിനെ വെച്ചെന്ത് ചെയ്യ. മുറിക്കകത്താക്കി ഞാൻ കഥകടയ്ക്കും, വേദനയോടെ പടിയിറങ്ങും. ഉച്ചയ്ക്കൊരു പരദൂഷണ തിരി തെളിക്കും, വെക്കത്തിൽ വീട്ടിലേക്ക് പോയി നോക്കും. കുഞ്ഞിന് ഭക്ഷണം വാരിക്കൊടുത്ത് പെട്ടെന്ന് തിരികെ പണിക്കിറങ്ങും. ഒരു നാൾ രാവിലെ പണിക്കിറങ്ങി, നേരം ഒരുപാടായതില്ല. ആരെല്ലാമോ വിളിച്ചു വീടുന്നു, ഇതയുടെ വീടിനു തീ പിടിച്ചേ. പാതി വീണും ഓടിയും ഇടച്ചു പാഞ്ഞു ഞാൻ എന്റെ വീട്ടിലെത്തി. കത്തിക്കരിഞ്ഞ വീടിനുള്ളിൽ നടുക്കത്തോടെ ഞാൻ എത്തി നോക്കി. പൊന്നുമോൾ നീട്ടിയ കൈയുമായി കത്തിക്കരിഞ്ഞു മരിച്ചിരിപ്പു. ചതിച്ചുവോ ദൈവങ്ങളെ, ഇനി ആർക്കു വേണ്ടി ജീവിക്കണം? ഒന്നെങ്ങു നോക്കുമോ അമ്മയെ നീ, എന്റെ പൊന്നുമോളെ, എന്റെ പൊന്നുമോളെ. എല്ലാരെ കുറ്റം പറഞ്ഞൊരു നാവിത് ദൈവം നൽകിയ ശിക്ഷയാണോ? ഇനി എന്ത് ജീവിതം ദൈവമേ, ഇനി എന്ത് പണിയും തൊഴിലുറപ്പും. കുടുംബത്തിൽ ശ്രീയോ ആയതില്ല, എന്റെ നാവിലും ശ്രീ വന്നതില്ല. ശാപജന്മവും പേറി എന്ത് ജീവിതം എനിക്ക് പെണ്ണേ.